ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് ഞാനാണല്ലോ നിങ്ങളുടെ മുന്നിൽ വീഡിയോസായിട്ട് വരുന്നത്. ഇന്ന് അനിയന്മാരാണ് വീഡിയോയുടെ താരം. കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഒഫീഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും കരുതരുത്. ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പം ആ ഒരു സന്തോഷം ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിട്ട് പോകാം. ഹായ് എവരിവൺ, ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കുന്ന ചിക്കൻ തന്തൂരിയാണ്. അതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി മിക്സ്, ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ വിനീഗർ, പിന്നെ മെയിനായിട്ട് ചിക്കൻ. അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ മിക്സ് ആണ് ഇടാൻ പോകുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, വിനീഗർ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതാണ് ചിക്കൻ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിലാവശ്യമായ മസാല നല്ലതുപോലെ അകത്തേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നമുക്കിങ്ങനെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ എല്ലാ പീസുകളിലും നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക. മസാല എല്ലാം നന്നായി പുരട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 4-5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ. ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോയി. എന്നും വൈകുന്നേരം ക്രിക്കറ്റ് കളി ഇവരുടെ പതിവാണ്. പക്ഷെ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം വന്നിട്ട് കനൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കത്തി വരാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു. കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സണ്ണി. നമ്മുടെ പട്ടാളക്കാരനാണ്. ഉണ്ണിയേട്ടൻ്റെ ഒരേ ഒരു അനിയനാണ്. ഒരാളും കൂടെ സണ്ണിക്ക് കൂട്ടിന് വന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചച്ഛൻ്റെ മോനാണ് ഗണേശൻ എന്ന് പറയുന്ന ഷൊണ്ണൻ. ആദ്യം നമുക്കിത് കത്തിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. അപ്പം അതൊന്ന് കത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഇങ്ങനെ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബന്ധുക്കളുടെ വീടുകളെല്ലാം തൊട്ടടുത്തടുത്ത് തന്നെയാണ്. കൊച്ചച്ഛന്മാരിൽ ഒരാളുടെ വീട് മാത്രമേ ഉള്ളൂ ദൂരെ, ചാത്തന്നൂരാണ്. അവർ മാത്രമാണ് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടുള്ളത്. പിന്നെ ചേട്ടന്മാരും ഒക്കെ ഇവിടെ തന്നെയാണ് വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ വഴിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു സമയത്താണ് നമ്മുടെ ഷൊണ്ണൻ, അതായത് ഗണേശൻ, അടിപൊളി ഒരു ഡാൻസ് പെർഫോമൻസ് ഇവിടെ നടത്തുന്നത്. ആ ഒരു നേരത്തെ ക്യാമറ ഓൺ ആയിട്ടിരുന്നുകൊണ്ട് ഇത് കറക്റ്റ് അരിഞ്ഞ് കിട്ടി. അവന് ഡിലീറ്റ് ചെയ്ത് കളയുമെന്നൊരു പേടി മാത്രമേ ഉള്ളായിരുന്നു. എന്തായാലും ഡിലീറ്റ് ഒന്നും ചെയ്തില്ല. പിന്നെ ഇതിനകത്തുള്ളത് അമ്മയും ആൻറ്റിയും പിന്നെ നമ്മുടെ അച്ചുവാണ്. അച്ചുവിനെ പറ്റി വളരെ വ്യക്തമായിട്ട് വളരെ കാര്യമായിട്ട് തന്നെ ഗണേശൻ വരുന്ന ഭാഗങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അച്ചു അപ്പച്ചിയുടെ മോനാട്ടോ. അച്ചുവും കിച്ചും, അതായത് അവർ ട്വിൻസാണ്. അപ്പോൾ നമ്മുടെ കനലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ 3 പേരാണ് ട്വിൻസായിട്ടുള്ളത്. അതിൽ ഒരു പേര് ഞങ്ങളുടെ സെയിം തന്നെയാണ്. ചോട്ടും മോട്ടും കൊച്ചിൻ്റെ മക്കളാണ് അവർ. പിന്നെ ചേട്ടന്മാരുടെ മക്കളാണുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇതിനെ പൊള്ളിക്കാനായിട്ട് വെക്കുവാണ്. എന്തായി തീരുമെന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഞാൻ ഊതി തരാം. ഇതാ കോഴി കുഞ്ഞുങ്ങളെ ചുടുകയാണ്. ഇവിടുത്തെ പ്രമുഖനാണ്, പ്രമുഖ കോഴിയാണ് ഇവിടുത്തെ.
അച്ചൂഷാൻ എന്ന് പറയും. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാമായ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ ഇവൻ തന്നെയാണ്. ഊതാ നാണക്കേട് കാരണമാണ് വീശുന്നത്. ഇതാണ് ആള്. ഊതാ നാണക്കേട് കാരണം വീശുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ട്വിൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, 3 പേർ ട്വിൻസ് ഉള്ളതെന്ന്. 3 പേരും ഐഡൻറ്റിക്കൽ ട്വിൻസ് അല്ല കേട്ടോ. നമുക്ക് 3 പേരെയും കറക്റ്റായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഓണത്തിൻ്റെയൊക്കെ സമയത്ത് എല്ലാവരും കൂടെ ഒത്തുകൂടാറുണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഓണം അടിപൊളിയായിരുന്നു, കുറേ കളികളും ഒക്കെ ആയിട്ടായിരുന്നു. ഇനി അങ്ങനെ ഒരു ഓണം ഉണ്ടാകുമെന്ന് അറിയത്തില്ല. എല്ലാ ഓണത്തിനും ആരെങ്കിലുമൊക്കെ മിസ്സാകും. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വ്ലോഗ് ചെയ്തിരുന്നതായിരിക്കും. അടിപൊളിയാണ്. നമ്മുടെ തന്തൂരി ചിക്കൻ അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഇതിനെ ഞങ്ങളെ അകത്താക്കും. ഗണേശൊക്കെ നല്ല കട്ട വെയിറ്റിങ്ങിലാണ്. ഐസ് നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് ഇനി പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 4 വലിയ പീസ് ചിക്കനായിരുന്നു. ഒക്കെ നമ്മൾ റെഡിയാക്കി പ്ലേറ്റിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനും കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുളിക്കാനായിട്ട് പോയേക്കാണ്. അവർ ഫ്രഷായി വരുന്ന നേരം കൊണ്ട് ഞാൻ ചപ്പാത്തിയൊക്കെ പ്രിപ്പയർ ചെയ്തു. അമ്മയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മയണൈസ് പ്രിപ്പയർ ചെയ്തു. ആ നേരം കൊണ്ട് ഡുണ്ടു ആണെങ്കിൽ മോനെ പാലൊക്കെ കൊടുത്ത് ഉറക്കി സെറ്റാക്കാനായിട്ട് കൊണ്ടുപോയേക്കാണ്. അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. അവൻ ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ മിന്നൂസ് ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. മിന്നൂസ് ഈ ഇടയ്ക്കാനുണ്ട്, അവൾ ഉറങ്ങാറൊന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ട് വെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സണ്ണിയും അച്ചുമൊക്കെ ഫോട്ടോ എടുക്കാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. അങ്ങനെ എന്തായാലും ഫൈനലി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ചിക്കനും ഉണ്ട്. അതും നമ്മുടെ മയണൈസും ചപ്പാത്തിയും ഒക്കെ റെഡിയാക്കി വെച്ചേക്കാണ്. മിന്നൂസ് അവിടെ നിന്ന് എല്ലാം നന്നായിട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. ഒരുപാട് കഴിക്കാനൊന്നും അല്ല, വെറുതെയാണ്. പിന്നെ ചിക്കൻ പൊതുവേ ഇഷ്ടമാണ്. എന്താ പറഞ്ഞാൽ ഒരുപാടും കഴിക്കത്തൊന്നുമില്ല. ചില സമയത്ത് തീരെയും കഴിക്കത്തില്ല. അപ്പോൾ കലിയും കൂടെ വരും. അവിടെ മൂഡ് അനുസരിച്ചാണ് അവളൊരുന്ന് കഴിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ സ്വാദിഷ്ടമുള്ള തന്തൂർ ചിക്കൻ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഗണേശന് ഭയങ്കര നാണമായിട്ടുണ്ട്. പിന്നെ കുഞ്ഞുണ്ട് കേട്ടോ. ബാലച്ചേട്ടൻ്റെ മോളാണ്, അപ്പച്ചിയുടെ കൊച്ചുമോള്. പുള്ളിക്കാരി പക്ഷേ വീഡിയോയ്ക്കകത്ത് വന്നിട്ടില്ല. അവൾ അവിടെ അപ്പുറത്ത് മാറിയിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചൊക്കെ തുടങ്ങി. അച്ചു ആദ്യം തന്നെ കഴിക്കാനിരുന്നെങ്കിലും അവൻ ഇടയ്ക്ക് വെച്ച് ഇരുന്ന് പോകേണ്ടി വന്ന്. മാച്ചിച്ചിയെ വിളിച്ചിട്ട് വരേണ്ടതുണ്ടായിരുന്നു. അപ്പം മാച്ചിച്ചി ഇലക്ഷൻ്റെ ഒക്കെ വർക്കായിട്ട് ഭയങ്കര ബിസിയാണ്. അപ്പോൾ അവൻ ആദ്യം കുറച്ച് ചിക്കൻ കഴിച്ചിട്ടാണ് പോയത്. അതിൻ്റെ ബാലൻസ് പീസ്, അതായത് എല്ലൊക്കെ അവിടെ വെച്ചിട്ടാണ് പോയത്. അപ്പം ഇപ്പോൾ അറിയുന്നില്ല വീഡിയോ ഓണാണ്, അതായത് ക്യാമറ ഓണാണെന്ന് അറിയുന്നില്ല. അങ്ങനെ വന്ന് വളരെ ലാവിഷായിട്ടിരുന്ന് കഴിക്കുകയാണ്. ക്യാമറ ഓണാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് കഴിച്ചേനെ. അപ്പോൾ എന്തായാലും അവൻ അറിയാത്തത് കൊണ്ട് അവൻ്റെ പല പ്രകടനങ്ങളും നമുക്കിപ്പോൾ കാണാം. മിന്നൂസ് അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ വേണം, മൊത്തത്തിൽ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരുപാടൊന്നും കഴിച്ചൊന്നുമില്ല, വളരെ കുറച്ചേ ആൾ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അച്ചു ക്യാമറ ഓണാണെന്ന് അറിയാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൻ മയണൈസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. ആ സംഭവം എല്ലാവരും ഒന്ന് കാണണം. ആ മയണൈസ് എടുക്കുന്ന നേരത്താണ് ഡുണ്ടു ക്യാമറ ഓണാണെന്ന് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ അവൻ നൈസായിട്ട് അത് മൊത്തത്തിൽ ഇങ്ങനെ എടുത്ത് കൈവച്ച് നക്കുന്നത് നമുക്ക് കാണാമായിരുന്നു കേട്ടോ. പക്ഷേ ഡുണ്ടു നമ്മളെ ചതിച്ചു, പറഞ്ഞു ക്യാമറ ഓണാണ്. അപ്പോഴാണ് പണി കിട്ടിയ കാര്യം അവൻ അറിയുന്നത്. പിന്നെ അവൻ ഡീസൻ്റ് ആകാൻ തുടങ്ങി. അവൻ ആദ്യം പോയപ്പം പ്രത്യേകം പറഞ്ഞിട്ട് പോയതാണ്, എൻ്റെ ചിക്കൻ എന്തായാലും ഇവിടെ വെച്ചേക്കുന്നത്. അതുപോലെ ഞങ്ങളവിടെ ചിക്കൻ വെച്ചായിരുന്നു. പിന്നെ അവൻ അത്രയും വലിയ പീസ് വേണ്ട, അവൻ എൻ്റെ പകുതി മതി എന്ന് പറഞ്ഞു. ആദ്യം ഒരു കുറച്ച് കഴിച്ചായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ പകുതി മതി എന്ന് പറഞ്ഞിട്ട് പകുതി ഡുണ്ടും അവനോട് ഷെയർ ചെയ്യാണ്. കുറച്ച് ഞാൻ കഴിച്ചു കേട്ടോ.
ധൈര്യമായിട്ട് നോക്കിക്കൂടാ. കൈ വെക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യാമറ ഓഫ് ചെയ്താൽ മാത്രമേ കൈ വെക്കത്തുള്ളൂ. വെക്കടാ. ഇന്നത്തെ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നു. ഇതാണ് ഞാൻ കഴിഞ്ഞ ഒരു ചലഞ്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അനിയത്തിയെ പറ്റി. ആ പുള്ളിക്കാരിയാണ് ഇത്. ഹരിയാനയിൽ നിന്ന് വന്നതാണ്. ഈ പുള്ളിക്കാരുടെ ഹസ്ബൻഡാണ് ഇന്ന് നമുക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്ത് തന്നത്. അപ്പൊ അവർ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേൾക്കാം. നിങ്ങൾ സൂപ്പർ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇനി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പൊ നമുക്ക് അവരോട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ തന്തൂരി ചിക്കൻ എല്ലാം കഴിച്ചു. എല്ലാവരും വയറ് നിറഞ്ഞു. എന്താ പറയാ, സന്തോഷത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ചാനലിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി നമുക്ക് അച്ചൂരോട് ചോദിക്കാം. പറയൂ. സ്പെഷ്യൽ ആയിട്ടുള്ള സോങ് ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടാൽ മനസ്സിലാവും സൂപ്പറാണെന്ന്. ചിക്കൻ കൂടി മുറിക്കാൻ അടിപൊളി ചിക്കൻ ആയിരുന്നു, കൊള്ളായിരുന്നു. സൂപ്പറാണ്. ബൈ. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.